بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن سيدنا محمد رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا أما بعد ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം മൗലിദുൽ ഹുസ്നൈനിയുടെ സാരം പറയുന്ന വാരാന്ത പഠനവേദിയിലാണ് ഉള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് ഖബൂൽ ചെയ്യട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പൊരുത്തത്തോടുകൂടെ നോക്കി സന്തോഷിക്കുന്ന ഒരു സദസ്സായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തന്ന് നമ്മളെല്ലാവരും അവന്റെ സ്വാലിഹീങ്ങളിൽ പെടുത്തി വലിയ ഇസ്തിഖാമത്തിലും തഖ്വയിലും ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാന്യരെ, മൗലിദുൽ ഹുസ്നൈനിയുടെ 8ാമത്തെ ഹിസ്ബ്, അതിന്റെ ലാസ്റ്റ് 8ാമത്തെ ഹിസ്ബിലെ ലാസ്റ്റ് ഹദീസാണ് നാം ഇനി വിശദീകരിക്കാൻ പോകുന്നത്. ومنها أن نكس عرش إبليس وهو على محيط الخلجان. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെടുന്ന സമയത്ത് ഉണ്ടായ സംഭവ പ്രതിഭാസങ്ങളാണ് നാം വിവരിച്ചു വരുന്നത്. വമിൻഹ, ആ പ്രതിഭാസങ്ങളിൽ പെട്ടതാണ് അൻ നുക്കിസ അർശു ഇബ്ലീസ്, ഇബ്ലീസുൽ ലഈനിന്റെ സിംഹാസനം അത് തലകുത്തി വീണു. ഇബ്ലീസിന് സിംഹാസനമുണ്ട്. ഇബ്ലീസ് രാജാവാണോ? അതെ, ഇബ്ലീസും രാജാവ് തന്നെ. എല്ലാ പിശാചുക്കളുടെയും രാജാവാണ് ഇബ്ലീസുൽ ലഈൻ. അവന്റെ കീഴിലാണ് ലോകത്തുള്ള എല്ലാ പിശാചുക്കളും ഉള്ളത്. അവന് വലിയൊരു സിംഹാസനമുണ്ട് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, എല്ലാ ദിവസവും ഇബ്ലീസ് അവന്റെ സൈന്യങ്ങളെ ഭൂമിയുടെ നാനാഭാഗങ്ങളിലേക്കും മനുഷ്യരെ, അള്ളാഹുവിന്റെ അടിമകളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി, അവരെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കുവാൻ വേണ്ടി എല്ലാ ദിവസവും പറഞ്ഞയക്കും. അങ്ങനെ ഈ പറഞ്ഞയക്കപ്പെട്ട ആളുകൾ, പിശാചുക്കൾ, ഇബ്ലീസ്, രാജാവായ ഇബ്ലീസിന്റെ അടുത്ത് വന്നിട്ട് അവര് അന്ന് എന്ത് ചെയ്തു എന്ന് വിവരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണ്. അങ്ങനെ ഹദീസ് കാണാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, വിശദമായ ഹദീസിൽ കാണാം, ഓരോ പിശാചും ശൈത്വാനും ഇബ്ലീസിന്റെ സിംഹാസനത്തിന്റെ അടുത്ത് ചെന്ന് പറയും, ഞാൻ ഇന്ന്
ഒരു വ്യക്തിയുടെ അടുത്ത് സമീപിച്ചു, ഒരു മനുഷ്യനെ സമീപിച്ചു, അവനെ കൊണ്ട് ഇന്നതെല്ലാം ചെയ്യിപ്പിച്ചു എന്ന് പറയും. ചെറിയ ദോഷങ്ങളെ കുറിച്ചായിരിക്കും ആ പറയുന്നത്. അപ്പോൾ ഇബ്ലീസ് പറയും, മാ സ്വലാത്ത ഷൈഅൻ, ഈ ഒന്നും ചെയ്തിട്ടില്ല, ഈ ചെയ്തത് ഒന്നും ആയിട്ടില്ല. അങ്ങനെ പലരും പറയുമ്പോഴൊക്കെ അങ്ങനെയാണ് ഇബ്ലീസ് അതിനോട് പ്രതികരിക്കുക, നീ ഒന്നും ചെയ്തിട്ടില്ല. അക്കൂട്ടത്തില് ചില പിശാചുക്കൾ വന്നിട്ട് പറയും ഇബ്ലീസിനോട് വൻദോഷങ്ങൾ ചെയ്തതിനെ കുറിച്ച്, അല്ലാഹു തആലക്ക് തീരെ ഇഷ്ടമില്ലാത്ത വൻദോഷങ്ങൾ ചെയ്തത് വിവരിക്കും. അക്കൂട്ടത്തിൽ കാണാം ഒരു പിശാച് വന്നുകൊണ്ട് പറയുന്നു, ഞാൻ 2 വ്യക്തികളെ സമീപിച്ചു. അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും, ആ ഭാര്യയെയും ഭർത്താവിനെയും ഞാൻ തമ്മിൽ തെറ്റിക്കുകയും അവർ 2 പേരും വിട്ടുപിരിയുകയും ചെയ്തു. അവർ 2 പേരുടെ ഇടയിൽ ഇപ്പോൾ ബന്ധമില്ല, അവര് വിട്ടുപിരിഞ്ഞു. ഇത് ഇബ്ലീസിന് വലിയ ഇഷ്ടമാണ്. ഒരു കുടുംബം തെറ്റിക്കുക, ജ്യേഷ്ഠാനുജന്മാരും മാതാപിതാക്കള് മക്കളും ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാര് ഇങ്ങനെയുള്ള ബന്ധങ്ങള് വിച്ഛേദിക്കപ്പെടുന്നത്, അകറ്റപ്പെടുന്നത് ഇബ്ലീസ് അല്ലാഹു തആലക്ക് വലിയ കോപവും ഇബ്ലീസിന് വലിയ ഇഷ്ടവുമാണ്. ഇത് പറയുമ്പോ ഇബ്ലീസ് പറയും, നിഅമ അന്ത, ഈയാണ് നല്ലോന്. അങ്ങനെ ഇബ്ലീസ് സമ്മാനം കൊടുക്കുന്ന, മറ്റു ഹദീസിൽ കാണാം കിരീടം വെച്ച് കൊടുക്കുന്നൊക്കെ കാണാം. അപ്പോ ഇബ്ലീസിന് സിംഹാസനം ഉണ്ട്. ഇബ്ലീസിന്റെ സിംഹാസനം എവിടെ? അത് ചില കിതാബുകളിൽ കാണാം. അതിന്റെ വിവരണം, പ്രമാണങ്ങൾ മൗലിദുൽ ഹുസ്നൈനിയുടെ വലിയ അറബി വ്യാഖ്യാനമായ മത്റദുൽ ഹുസ്നൈൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ നോക്കിയാൽ കാണാം. ഞാൻ അതിവിടെ വായിക്കുന്നില്ല, വിവരിക്കുന്നില്ല. ചുരുക്കി പറയുന്നു, വഹുവ അലാ മുഹീത്തിൽ ഖുൽജാൻ. അത് ഖുൽജാൻ എന്ന് പറഞ്ഞാൽ ഖലീജ്, ഖലീജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗൾഫിനാണ് ഖലീജ് എന്ന് പറയുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ആ ഗൾഫുകൾ, ഖുൽജാൻ, ഖലീജ് എന്ന് പറഞ്ഞത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ചെറിയ കടലുകൾ, സാധാരണ കടലുകൾ. അത് ഒരു കടലിന്റെ, ഒരു ഗൾഫ് എന്ന് പറയുന്ന കടലിന്റെ പാളിയെ കുറിച്ചാണ്. അപ്പൊ സാധാരണ കടലുകളൊക്കെ, മുഹീത്ത് എന്ന് പറഞ്ഞാൽ മഹാസമുദ്രം, ഓഷ്യൻ എന്ന് പറയുമല്ലോ, മഹാസമുദ്രം. ആ മഹാസമുദ്രത്തിന് അപേക്ഷിച്ച് മറ്റു കടലുകള് അതിനെക്കുറിച്ച് ഗൾഫ് എന്ന് പറയാം, എന്ന് പറഞ്ഞാൽ കടൽ പാളി എന്ന് പറയാം. അപ്പോ എല്ലാ കടലുകളുടെയും മീതെ നിൽക്കുന്ന ഏറ്റവും വലിയ, അറ്റം തിരിയാത്ത, അതിന്റെ കര അറിയപ്പെടാത്ത ഏറ്റവും വലിയ മഹാസമുദ്രം. ആ മഹാസമുദ്രത്തിലാണ് ഇബ്ലീസിന്റെ സിംഹാസനമുള്ളത്. അതെവിടെയാണ്? അത് പറഞ്ഞു നോക്കുമ്പോൾ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം അത് പറഞ്ഞു നോക്കുമ്പോൾ നാം സാധാരണ കേൾക്കാറുള്ള ബർമുഡയെ പറ്റി കേൾക്കാറുണ്ട്. ബർമുഡയിലാണ് ഇബ്ലീസിന്റെ സിംഹാസനമുള്ളത്. ബർമുഡ ഏത് ഓഷ്യനിലാണുള്ളത്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ബർമുഡ ഉള്ളത്. 4 ലക്ഷത്തോളം ചതുരശ്ര കിലോമീറ്റർ വിസ്താരമുള്ള 3,90,000 കിലോമീറ്റർ, ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു പ്രദേശത്തിനാണ് ബർമുഡ എന്ന് പറയുന്നത്. ആ ബർമുഡയെ കുറിച്ച് പലതും നാം ഒക്കെ കേട്ടിട്ടുണ്ട്. അതിലൂടെ പ്ലെയിന് സഞ്ചരിക്കാൻ പറ്റില്ല, കപ്പൽ ഓടാൻ പറ്റില്ല എന്നൊക്കെ.
അതില് കുറച്ച് വസ്തുതയുമുണ്ട്. അത് എല്ലാം ശരിയല്ലതാനും. ബർമുഡ എന്ന് പറയുന്ന ഈ പ്രവിശാലമായ പ്രദേശത്തിലൂടെ ഇപ്പോൾ പ്ലെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, കപ്പലും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൈറ്റ് നോക്കിയാൽ ലൈവായിട്ട് കപ്പൽ ഓടുന്നതും പ്ലെയിൻ ഓടുന്നതും കാണാം. ധാരാളം പ്ലെയിനുകൾ ആ പ്രദേശത്തിലൂടെ ഓടുന്ന, ബർമുഡ എന്ന് പറയുന്ന പ്രദേശത്തിലൂടെ ഓടുന്നതായി കാണാം. അതൊരു ത്രികോണാണ് ആ പ്രദേശം. അപകട മേഖലയാണ് എന്നത് ശരി തന്നെ. പക്ഷെ ആ അപകട മേഖല ഇത്രയും പ്രവിശാലമായ സ്ഥലത്ത് ആ അപകടമില്ല എന്നാ മനസ്സിലാവുന്നത്. ഏകദേശം 18 പ്ലെയിനുകള് അവിടെ അതിലൂടെ ആ ഭാഗത്തൂടെ ഓടിപ്പോകുമ്പോൾ തകരാറായി. ചിലത് അപ്രത്യക്ഷമായി, ആ പ്ലെയിനുകളുടെ അവശിഷ്ടം പോലും ലഭിച്ചില്ല എന്നൊക്കെ വാർത്തകളുണ്ട്. ഗൂഗിളിൽ പരതിയാൽ അതിന്റെ റിപ്പോർട്ടും കാണാം. അത് ശരി തന്നെ. ഒരു 16 കപ്പലുകളും തകരാറായിട്ടുണ്ട്, ഓടാൻ സാധിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിൽ കാണാം. വിവിധ രാജ്യങ്ങളിൽ നിന്ന് പോയ കപ്പലുകളും പ്ലെയിനുകളും. അത് ഒരു പക്ഷേ ഈ ബർമുഡയിലെ ഇബ്ലീസിന്റെ സിംഹാസനം നിൽക്കുന്ന ആ പ്രത്യേക സ്പോട്ടിലൂടെ പോകുമ്പോഴായിരിക്കും പ്രശ്നമെന്ന് മനസ്സിലാക്കുക. ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം, ബർമുഡയിലൂടെ കപ്പലുകളും പ്ലെയിനുകളും ഓടുന്നുണ്ട്. അതിലൂടെ കപ്പലും പ്ലെയിനും ഓടുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, ദുരൂഹതകളുമില്ല എന്നും കാണാം. അതേ സമയത്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായ റിപ്പോർട്ടുകളും വ്യക്തമായി കാണും. അപ്പോൾ രണ്ടിന്റെയും അർത്ഥം, ആ ബർമുഡ എന്ന് പറയുന്ന പ്രവിശാലമായ പ്രദേശം, അതിലൂടെ എല്ലാം കപ്പൽ ഓടുന്നതിനോ പ്ലെയിൻ ഓടുന്നതിനോ പ്രശ്നമില്ലെങ്കിലും അതിന്റെ ചെറിയൊരു ഭാഗത്തിലൂടെ കപ്പലും പ്ലെയിനും ഓടുന്നതിന്, സഞ്ചരിക്കുന്നതിന് പ്രശ്നമുണ്ട്. അത് അവിടെയായിരിക്കണം ഇബ്ലീസിന്റെ സിംഹാസനമുള്ളത്. അല്ലാഹു അഅലം. ഏതായാലും ഇബ്ലീസിന് സിംഹാസനമുണ്ട്. ആ സിംഹാസനം 2 പ്രാവശ്യമാണ് തകർന്ന് വീണത്. ഒന്ന് നാം നേരത്തെ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗർഭത്തിൽ കിടക്കുന്ന സമയം, മുത്തുനബിയെ ഗർഭം ചുമന്ന ആ സമയം പല അത്ഭുതങ്ങളും ഭൂമിയിലുണ്ടായി. ലോകത്തുള്ള മുഴുവൻ ബിംബങ്ങളും അന്നേരം തലകീഴായി വീണു. അതുപോലെ ഇബ്ലീസിന്റെ കൊട്ടാരവും തലകീഴായി വീണിട്ടുണ്ട്. അത് ഹദീസിൽ വന്നതാണ്. അതുപോലെ പ്രസവിക്കപ്പെട്ട സമയവും ഇബ്ലീസിന്റെ കൊട്ടാരം തലകീഴായി വീണു. വമിന്ന മാറുവിയ അന്നൽ കഅബത സുൽസിലത്ത് 3 അയ്യാമിൻ ബിലാ ഇസ്കാൻ വനതഖത് അൻ തത്ഹീരിഹാ അനിൽ അസ്നാമി ബിഫസീഹിൽ ലിസാൻ وأن الزلزلة عمت ليلة المولد كل البلدان وهت بها البيع والكنائس وهياكل الأوثان. മറ്റു ചില അത്ഭുതങ്ങൾ. വമിൻഹ, ആ പ്രതിഭാസങ്ങളിൽപ്പെട്ടതാണ് മാറുവിയ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവം, അന്നൽ കഅബത സുൽസിലത്ത് 3 അയ്യാം, കഅബാലയം 3 ദിനരാത്രങ്ങൾ, 3 ദിവസങ്ങളിൽ കഅബാലയം പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടു. കഅബാലയത്തിന് ഭയങ്കരം ശബ്ദവും പ്രകമ്പനവും, കുലുക്കം, ഭൂമി കുലുങ്ങുന്നത് പോലുള്ള കുലുക്കം, ബിലാ ഇസ്കാൻ, ഒട്ടും ശാന്തമാവാതെ 3 ദിനരാത്രങ്ങൾ കഅബാലയം കുലുങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന സന്ദർഭം. കാരണം കഅബാലയത്തിനുള്ളിലും പുറത്തുമായി 360 വിഗ്രഹങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഗ്രഹാരാധന നിരോധിച്ച് ഏകദൈവ വിശ്വാസവും ആരാധനയും പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്നവരാണ്.
അതുകൊണ്ട് ആ പ്രവാചകർ പ്രസവിക്കപ്പെട്ട സമയം കഅബാലയം റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ടതിലുള്ള സന്തോഷ പ്രകടനം കൊണ്ടായിരിക്കാം 3 ദിവസം പ്രകമ്പനം കൊണ്ട്. വനതഖത്ത് മാത്രമല്ല, കഅബാലയം ഉച്ചരിച്ചു, പ്രഖ്യാപിച്ചു, പറഞ്ഞുകൊണ്ടിരുന്നു. കഅബാലയം പറയുകയോ, അതെ, അല്ലാഹു തആല പറയാൻ ഏതെല്ലാം വസ്തുവിന് ശക്തി നൽകുന്നുവോ അതിനൊക്കെ പറയാൻ കഴിയും. അല്ലാഹു ശക്തി നൽകിയതാണ് ഈ മൊബൈലിന് പറയാനുള്ള ശക്തി, റേഡിയോക്ക് പറയാനുള്ള ശക്തി അല്ലാഹു നൽകിയതാ. ഇനി നമ്മുടെ കൈക്കാലുകൾ, വായ അല്ല കൈക്കാലുകൾ പറയുന്നൊരു സന്ദർഭം വരുന്നുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഏതൊരു വസ്തുവിനെ സംസാരിപ്പിക്കുന്നുവോ ഉച്ചരിപ്പിക്കുന്നുവോ അത് ഉച്ചരിക്കും, സംസാരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ദുആ ചെയ്തപ്പോൾ ചുമര് ആമീൻ പറഞ്ഞ സംഭവം ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. വനതഖത്ത് അൻ തത്ഹീരിഹാ, കഅബാലയത്തെ ശുദ്ധീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ചു. അനിൽ അസ്നാം, വിഗ്രഹങ്ങളിൽ നിന്ന്, ബിഫസ്വീഹിൽ ലിസാൻ, വ്യക്തമായ അറബി ഭാഷയിൽ കഅബാലയം എന്നിൽ വെക്കപ്പെട്ട ഈ വിഗ്രഹങ്ങളിൽ നിന്ന് എന്നെ മുക്തമാക്കണേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു 3 ദിനരാത്രങ്ങൾ. അത് വലിയ അത്ഭുതമാണ്. കഅബാലയം അങ്ങനെ വിളിച്ചു പറഞ്ഞെങ്കിലും അന്ന് കഅബാലയത്തിന്റെ അടുത്തുള്ള ആളുകൾ അധികവും വിഗ്രഹാരാധകരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കന്മാര്, അടുത്ത അതുപോലെ ഉമ്മയുടെ ഉമ്മ, അങ്ങനെയുള്ള കുറഞ്ഞ വ്യക്തികൾ മാത്രമേ ഇത് വിട്ടുന്നിട്ടുള്ളൂ. അല്ലാതെയുള്ള ആളുകളെല്ലാം വിഗ്രഹാരാധകരായിരുന്നു. അവർക്ക് വിഗ്രഹാരാധന തെറ്റായ കാര്യമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു നാഥൻ, ഒരു പ്രബോധകൻ ഇല്ലാത്ത സന്ദർഭമാണ് അള്ളാഹുവിന്റെ ഹബീബ് പ്രസവിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ വിഗ്രഹത്തിൽ നിന്ന് അങ്ങനെ ശബ്ദം കേട്ടത് കൊണ്ട് അവർക്ക് ഉണരാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. മാത്രല്ല, മറ്റൊരു അത്ഭുതം, ഭൂകമ്പം, പ്രകമ്പനം, അമ്മത്ത് ലൈലത്തുൽ മൗലിദ് കുല്ലൽ ബുൽദാൻ, റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ട ആ ഒരു രാത്രി ഭൂമിയിലെ എല്ലായിടത്തും ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. ഭൂമിയിലെല്ലായിടത്തും ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. ഭൂമി പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്. വഹത്ത് ബിഹ, അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വഹത്ത് ബിഹ അൽ ബിയഉ വൽ കനായിസ്, അതുകൊണ്ട് വഹത്ത് ബിഹ, ആ പ്രകമ്പനം കൊണ്ട് ബലഹീനമായി, അൽ ബിയഉ, ജൂത ആരാധനാലയങ്ങൾ, ജൂതന്മാരുടെ ജൂത അമ്പലങ്ങള്, ജൂത ആരാധനാലയങ്ങള് അതുകൊണ്ട് ബലഹീനമായി പോയി. വൽ കനായിസു, ചർച്ചുകളും, ക്രിസ്ത്യൻ പള്ളികള്, ചർച്ചുകളും ആ വലിയ ഭൂകമ്പം കൊണ്ട്, പ്രകമ്പനം കൊണ്ട് ആ ചർച്ചുകളുടെ കെട്ടിടങ്ങളും വളരെ ബലഹീനമായി. വഹയാക്കിലുൽ ഔസാൻ, അതുപോലെ വിഗ്രഹാലയങ്ങളും, വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കപ്പെടുന്ന ആരാധനാലയങ്ങൾ, അമ്പലങ്ങൾ, അവയും ബലഹീനമായി അന്നത്തെ രാത്രി. അത് ഒരു സത്യപ്രവാചകൻ പ്രസവിക്കപ്പെട്ടു എന്നുള്ള വാർത്ത എല്ലായിടത്തും എത്താൻ അള്ളാഹു കാണിച്ച ഒരു തന്ത്രമാണ്, ഒരു ദൃഷ്ടാന്തമാണ്.
ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമ്പോൾ അന്വേഷണം ലോകത്തിന്റെ നാനാഭാഗത്തേക്കും അന്വേഷണം ചെല്ലും. എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, എല്ലായിടത്തും ഇങ്ങനെ സംഭവിച്ചത്? അങ്ങനെ ഒരു അത്ഭുത ബാലൻ ശിശു മക്കയിൽ പ്രസവിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തി. കമാദല്ലത്ത് സൽസലത്തുൻ, മറ്റൊരു ഭൂകമ്പം അറിയിച്ചതുപോലെ ബിശ്ശാം, ഷാമില് സിറിയയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പം അലാ ബഅസതിഹി ബിൽ ഫുർഖാൻ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനുമായി അല്ലാഹുവിന്റെ ഹബീബ് പ്രവാചകരായി അയക്കപ്പെട്ടപ്പോ, 40-ാം വയസ്സിൽ പ്രവാചകരായി നിയോഗിക്കപ്പെട്ടപ്പോ അതിനൊരു രേഖയായി തെളിവായി ഷാമിൽ വലിയ ഭൂകമ്പമുണ്ടായി. അത് മുൻ വേദമറിയുന്ന ആളുകൾക്കൊക്കെ അറിയുന്ന ഒരു ദൃഷ്ടാന്താണ്. ഒരു പ്രവാചകൻ ഇവിടെ നിയോഗിക്കപ്പെടും മക്കയുടെ ഭാഗത്ത്. ആ പ്രവാചകൻ നിയോഗിക്കപ്പെടുന്നതിന്റെ അടയാളം ഷാമില്, സിറിയയില് വലിയൊരു ഭൂകമ്പം ഉണ്ടാവും. 80 ഭൂകമ്പം ഈസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് സിറിയയിൽ ഉണ്ടായിട്ടുണ്ട്. സിറിയ പണ്ടേ ഭൂകമ്പത്തിന്റെ ഒരു മേഖലയാണ്. ഇപ്പോഴും അവിടെ ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ജനങ്ങൾ സിറിയനെ വിടുന്നില്ല. അതോടൊപ്പം സിറിയ പണ്ടേ വലിയ ആബിദീങ്ങളെ ഔലിയാന്റെ നാടാണ്. ഈസാ നബിന്റെ കാലത്തെ സിറിയ ഔലിയാന്റെ നാടാണ്. ഇപ്പോഴും ഷാമ് ഔലിയാന്റെ നാട്. ധാരാളം ഔലിയ അവിടെ ഉണ്ട്. ഭൂകമ്പം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഔലിയ അവിടെ എപ്പോഴും ഉണ്ട്, ഹദീസിൽ കാണാം. അപ്പോ മുൻ വേദങ്ങളിൽ വേദമറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം, അവിടെ വേദങ്ങളിലുണ്ട്. ഷാമിൽ 81-ാമത്തെ ഒരു ഭൂകമ്പം ഉണ്ടായാൽ മക്കയിൽ ഖുറൈശി തറവാട്ടിൽ നിന്ന് ഒരു പ്രവാചകൻ വരും, ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെടും എന്നുള്ള ഒരു ദൃഷ്ടാന്തമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഭൂകമ്പം ഇതിന് തെളിവായി ഷാമിലുണ്ടായത്. വഅന്ന നുജൂമൻ ത്വലഅത് വലം യറഹാ ഖബ്ലു അഹ്ലുർ റിഖ്ബാൻ. മറ്റൊരു അടയാളം വഅന്ന നുജൂമൻ ത്വലഅത്, ചില സ്പെഷ്യലായ നക്ഷത്രങ്ങൾ ഉദിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് പ്രസവിക്കപ്പെടുന്ന രാത്രി സ്പെഷ്യലായി ചില നക്ഷത്രങ്ങൾ ഉദിച്ചിട്ടുണ്ട്. അള്ളാഹിന്റെ ഹബീബ് പ്രസവിക്കപ്പെടുന്നതിന് ഡെക്കറേഷനായോ അല്ലെങ്കിൽ അതിന്റെ സന്തോഷത്തോടെയോ ധാരാളം നക്ഷത്രങ്ങൾ, സ്പെഷ്യലായ നക്ഷത്രങ്ങൾ അന്ന് കണ്ടിട്ടുണ്ട്. വലം യറഹാ ഖബ്ലു അഹ്ലുർ റിഖ്ബാൻ, നക്ഷത്ര നിരീക്ഷകര് മുമ്പൊന്നും കാണാത്ത സ്പെഷ്യലായ നക്ഷത്രങ്ങൾ അന്ന് കണ്ടു. ഇന്നിപ്പോ നമ്മള് ആകാശത്തേക്ക് നോക്കിയാല് നക്ഷത്രങ്ങള് കാര്യമായി വേർതിരിച്ച് അറിയാനും കാണാനും ഒന്നും കഴിയൂല. ഒക്കെ ഒരു ചെറിയൊരു പ്രകാശ രശ്മിയായിട്ടേ കാണാൻ കഴിയുള്ളൂ. ഇത് 1400-ലധികം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവ പറയുന്നത്. അന്ന് ആകാശത്തേക്ക് നോക്കിയാൽ ആകാശത്ത് പ്രകാശ മലിനീകരണം ഇല്ലാത്ത കാലാണ്. അന്ന് നഗ്നനേത്രം തന്നെ മതിയാകുമായിരുന്നു ആകാശത്തുള്ള മഹാസംഭവങ്ങളെ, കാഴ്ചകളെ കാണാൻ. അന്നത്തെ ശാസ്ത്രജ്ഞന്മാര് ഇന്നുള്ളതുപോലെ ദൂരദർശിനികളൊന്നുമില്ല. ഇന്ന് വലിയ ദൂരദർശിനികൾ ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള കാര്യങ്ങളെ അടുപ്പിച്ച് വലിയതായി കാണിക്കുന്ന ദൂരദർശിനികളെ കണ്ടുപിടിച്ചു ശാസ്ത്രം. ഒരു ദൂരദർശിനിയും ഇല്ലാത്ത കാലത്താണ് മുമ്പ് പല ഗോളശാസ്ത്ര രഹസ്യങ്ങളും അള്ളാഹിന്റെ ഹബീബിന്റെ കാലത്തും ഈസാ നബി പ്രസവിക്കപ്പെടുന്നതിന്റെ മുമ്പും ഒക്കെ ധാരാളം ഗോളശാസ്ത്രജ്ഞന്മാര് പറഞ്ഞത്. അപ്പൊ അന്ന്
അവർക്ക് ആകാശത്തേക്ക് നോക്കിയാൽ, നഗ്നനേത്രം കൊണ്ട് നോക്കിയാൽ തന്നെ നക്ഷത്രങ്ങളെ കോലങ്ങളും വ്യത്യാസങ്ങളുമൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. നല്ല ഇരുണ്ട രാത്രിയായിരുന്നു, നല്ല കറുപ്പുള്ള ആകാശമായിരുന്നു അന്നത്തെ ആകാശം. രാത്രി കറുപ്പുള്ള ആകാശം. കാരണം ഭൂമിയിൽ നിന്ന് ഇന്ന് ഈ കറണ്ട് കണ്ടുപിടിക്കപ്പെടലോടുകൂടെ ഭൂമിയിൽ പല ഭാഗത്തുനിന്നും, പല ഫാക്ടറികളിൽ നിന്നും, പല ടൗണുകളിൽ നിന്നും വലിയ ലൈറ്റുകൾ, ലൈറ്റ് ഹൗസ് വരെ വലിയ പ്രകാശങ്ങൾ പുറത്തുവിടുകയാണ്. ഈ പുറത്തുവിടുന്ന പ്രകാശമൊക്കെ ആകാശത്തേക്ക് പോവുക. അങ്ങനെ പ്രകാശങ്ങൾ ഭൂമിയിൽ നിന്ന് ധാരാളം മുകൾ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ പിന്നെ ആകാശത്തുള്ള കാഴ്ചകൾ ശരിക്കും കാണാൻ സാധിക്കില്ല. ഇതുപോലെ രണ്ട് നല്ല ഒരു ഇറക്കം ആയിട്ടുള്ള സ്ഥലം, നല്ല ഒരു ഇറക്കത്തിൽ ചുരത്തിൽ നിന്ന് ഒരു ബസ് ഇറങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ കാറ് ഇറങ്ങി വരുമ്പോൾ, ഹെഡ്ലൈറ്റ് ഇട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു കാറ് ഇവിടുന്ന് അങ്ങോട്ട് കയറി ചെല്ലുന്നുമുണ്ട്. ആ കാറും ഹെഡ്ലൈറ്റ് ഇട്ടാൽ എന്തായിരിക്കും അവസ്ഥ? രണ്ട് ഡ്രൈവർമാർക്കും റോഡോ മുമ്പിലുള്ള ഒന്നും കാണാൻ കഴിയില്ല, കൂട്ടിമുട്ടും. അപ്പം അതിനെന്താ പരിഹാരം? ഒരാൾ ലൈറ്റ് ഡിമ്മാക്കി കൊടുക്കണം, അല്ലെങ്കിൽ രണ്ടാളും ഡിമ്മാക്കണം, അപ്പോൾ കാണാൻ കഴിയും. എന്നതുപോലെ ഭൂമിയിൽ നിന്നും പ്രകാശം, ആകാശത്തു നിന്നും പ്രകാശം വന്നാൽ ആകാശത്തുള്ളത് കാണാൻ കഴിയില്ല, ഉള്ളതുപോലെ കാണാൻ കഴിയില്ല. പണ്ടത് സാധിച്ചിരുന്നു. അപ്പോ അന്നുള്ള നിരീക്ഷകര് തീരെ കാണാത്ത ചില നക്ഷത്രങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് പ്രസവിക്കപ്പെട്ട അന്ന് കാണാൻ കഴിഞ്ഞു. അത് ഒരു അത്ഭുതമാണ്. റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ട രാത്രിയുടെ അത്ഭുതമാണ്. വമിൻഹാ അൻ ഉദില്ല അബദത്തുന്നാരിൽ ഫുർസു വമലികുഹും കിസ്റാ അനൂശർവാൻ ബിൻശിഖാഖി മാ ശീദ ബിആസിമതി മദാഇനിൽ ഇറാഖി മിനൽ ഈവാൻ. ഇനി മറ്റു ചില അത്ഭുതങ്ങൾ. മക്ക മദീന അവിടെയുള്ള രാഷ്ട്രീയ ഭരണം ആർക്കായിരുന്നു? അത് അവിടെയുള്ള രാജാവ് ഒരു അറബി രാജാവായിരുന്നു, നുഅ്മാനുൽ ലഖ്മി എന്ന് പറയുന്ന രാജാവായിരുന്നു അന്ന് മക്കയും മദീനയൊക്കെ ഭരിച്ചിരുന്നത്. ആ രാജാവ് യഥാർത്ഥത്തിൽ കീ രാജാവായിരുന്നു. കിസ്രയുടെ കീഴിലുള്ള, കിസ്രയാണ് ഭരിക്കുന്നത്, കിസ്രയുടെ കീഴിലുള്ള ഗവർണറായിരുന്നു നുഅ്മാനുൽ ലഖ്മി. അദ്ദേഹം അറബിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള മക്ക മദീന ഭരിക്കുന്നത് ഇപ്പൊ കിസ്രയാണ്. ആരാണ് കിസ്ര? കിസ്ര അനൂശർവാൻ. അനൂശർവാൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. അന്ന് ഭരിക്കുന്ന ചങ്ങായിന്റെ പേര് അനൂശർവാൻ. കിസ്ര അനൂശർവാൻ, ഷർവാൻ, അനൂശർവാൻ എന്ന് പറയുന്നത് പേർഷ്യ, ഫാരിസ്, പേർഷ്യയിലുള്ള ഒരു പട്ടണമാണ് ഷർവാൻ, അനൂശർവാൻ. അത് പിന്നെ അനു കളഞ്ഞുപോയി വെറും ഷർവാൻ, ഷർവാൻ എന്ന് പറയും. അവിടുന്നാണ് ഇമാം ഷർവാനിയൊക്കെ വരുന്നത്. അപ്പോ അനൂശർവാൻ കിസ്ര രാജാവ്. കിസ്ര എന്ന് പറഞ്ഞാല് പേർഷ്യ ഭരിക്കുന്ന എല്ലാ രാജാക്കന്മാർക്കും കിസ്ര എന്നാ പറയാം. കൈസ്വർ എന്നാണ് റോം ഭരിക്കുന്ന എല്ലാ രാജാവിനും പറയാം. അങ്ങനെ ഓരോ രാഷ്ട്രം ഭരിക്കുന്ന രാജാക്കന്മാർക്ക് പ്രത്യേക പേരുകളുണ്ട്. അതിന്റെ വിശദീകരണം മതുറത്തുൽ ഹുസ്നൈനി നോക്കിയാൽ കാണും. ഓരോ പ്രധാനപ്പെട്ട അന്നുണ്ടായിരുന്ന വലിയ സാമ്രാജ്യങ്ങൾ ഭരിക്കുന്ന ഓരോ സാമ്രാജ്യത്തിലുള്ള രാജാക്കന്മാർക്കും പ്രത്യേക പേരുണ്ടാവും. അത് ഏത് രാജാവ് വന്നാലും ആ പേര് സ്ഥാനപ്പേര്. അപ്പൊ കിസ്ര എന്ന് പറയുന്നത് പേർഷ്യ സാമ്രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയുടെ പേരാണ്.
കിസ്ര ചക്രവർത്തി. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അനൂഷർവാൻ എന്നാണ്. അവര് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ളവര് വസിക്കുന്ന മക്കി മദീനയും ഭരിക്കാതെ പറഞ്ഞാല് അവരൊന്ന് പാഠം പഠിപ്പിക്കണ്ടേ? അള്ളാഹുവിന്റെ ഹബീബ് ഭൂമിയിലേക്ക് പ്രസവിക്കപ്പെട്ട പിന്നെ ഇവർക്ക് ഭരിക്കാൻ അവിടെ അധികാരമുണ്ടോ? അപ്പൊ അവരെ അള്ളാഹു തആല ഒന്ന് പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചു. എല്ലാ പരീക്ഷണങ്ങളും വന്നത് കിസ്രക്കാർ അള്ളാഹു തആല ആകെ കുഴപ്പിച്ചു, ചടപ്പിച്ചു, വെള്ളം കുടിപ്പിച്ചു. അതാണ് പറയാൻ പോകുന്നത്. വമിൻഹ, ആ സംഭവ വികാസങ്ങളിൽപ്പെട്ടതാണ് അന്നുദില്ല, നിസ്സാരമാക്കപ്പെട്ടു, അബദത്തുന്നാർ, തീയാരാധകരെ. ഏതാ തീയാരാധകര്? അൽ ഫുർസു, പേർഷ്യക്കാരായ തീയാരാധകരെ അല്ലാഹു തആല നിസ്സാരപ്പെടുത്തി. വ മലിക്കുഹും, അവരെ രാജാവിനെയും നിസ്സാരപ്പെടുത്തി. പേർഷ്യക്കാരുടെ രാജാവ് ആര്? കിസ്ര ചക്രവർത്തി. അനൂഷർവാൻ, അതായത് അനൂഷർവാൻ എന്ന കിസ്ര ചക്രവർത്തിയെയും ആ നാട്ടുകാരായ പേർഷ്യക്കാരെയും അല്ലാഹു തആല നിസ്സാരപ്പെടുത്തി. പല കാര്യങ്ങളെ കൊണ്ടും നിസ്സാരപ്പെടുത്തി. അന്ന് പൊതുവെ അറബികൾക്ക് കിസ്രയുടെ ഭരണത്തോട് ഭയങ്കര അമർഷവും വെറുപ്പുമായിരുന്നു. കാരണം കിസ്ര അറബികളെ അവര് തൃപ്തിപ്പെടാത്ത രൂപത്തിലുള്ള ഭരണമായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അറബികൾക്ക് എപ്പോഴും ആഗ്രഹവും സന്തോഷവും കൈസറിനോടായിരുന്നു, റോമൻ ചക്രവർത്തിയായ കൈസറിനോടായിരുന്നു. ആ സംഭവം നാം മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ഒരു വിഷയവും അതിലുണ്ട്. കിസ്ര ചക്രവർത്തിയെയും തന്റെ ഭരണ കീഴിലുള്ളവരെയും അല്ലാഹു തആല നിസ്സാരപ്പെടുത്തി. ബിൻഷിഖാഖി മാശീദ ബിആസിമതിഹി, കിസ്രയുടെ ക്യാപിറ്റലായ മദായിൻ എന്ന് പറഞ്ഞ പ്രദേശം, മദായിൻ, ആ മദായിനിൽ പടുത്തുയർത്തപ്പെട്ട മഹാകൊട്ടാരം പൊട്ടിപ്പോയി. ബിൻഷിഖാഖി മാശീദ, പടുത്തുയർത്തപ്പെട്ടത് പൊട്ടിപ്പിളർന്നു. ബിആസിമതിഹി, കിസ്രയുടെ ക്യാപിറ്റലിൽ, തലസ്ഥാനത്തിൽ. ആരാണ് തലസ്ഥാനം? മദായിനുൽ ഇറാഖ്. ഇറാഖിലാണ് മദായിനുള്ളത്. പേർഷ്യ എന്ന് നാം പറയുന്നത്, ഇപ്പൊ പേർഷ്യ എന്ന് പറയുന്നത് ഇറാഖിൽ പെട്ടതല്ല. ഇറാഖ് വേറെയും പേർഷ്യ വേറെയുമാണ്. അന്ന് പേർഷ്യക്കാരുടെ ഭരണമുള്ളത് കിസ്രയും കിസ്രയുടെ തലസ്ഥാനവും ഭരണമേഖലയും ഓഫീസുകളും എല്ലാം ഉള്ളത്, കൊട്ടാരവും ഒക്കെ ഉള്ളത് ഇറാഖിലാ. ഇറാഖ് എന്ന് പറഞ്ഞാൽ ബഗ്ദാദിൽ. ബഗ്ദാദിൽ നിന്ന് ഒരു ദിവസത്തെ നടത്തം, ഒട്ടകപ്പുറത്തുള്ള സഞ്ചാരം ഉണ്ട് ബഗ്ദാദിൽ നിന്ന് മദായിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ആ മദായിനിൽ മിനിൽ ഈവാൻ, അവിടെ ഒരു കൊട്ടാരം, ഒരു വലിയ കൊട്ടാരം കിസ്ര പണിതിരുന്നു. അത് ഏത് കിസ്രയാണ് ആ കൊട്ടാരം ഉണ്ടാക്കിയത്? അത് ഇവരുടെ പിതാമഹൻ, ഈ അനൂഷർവാൻ എന്ന് പറയുന്ന കിസ്ര അല്ല. അനൂഷർവാന്റെ എത്രയോ മുമ്പുള്ള സാബൂർ, ബനി സാസാൻ എന്ന് പറഞ്ഞ ഗോത്രത്തിൽ നിന്നാണ് ഇവർ വരുന്നത്, പേർഷ്യക്കാർ വരുന്നത്. അവരുടെ പിതാമഹനാണ് സാബൂർ. സാബൂർ രാജാവാണ് ആ കൊട്ടാരം പണിതത്. ആ കൊട്ടാരം 100 മുഴം ഉയരവും 100 മുഴം നീളവും 50 മുഴം വീതിയുമുണ്ട്. അത്രയും വലിയ കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളും വലിയ ശബ്ദത്തോടുകൂടെ അതിന് വിള്ളലേറ്റു
മാത്രമല്ല അതിൻ്റെ ഫസുഖൂതി 14 ശുർഫതൻ, അതിൻ്റെ 14 ഷുർഫത്ത്. ഷുർഫത്ത് എന്ന് പറഞ്ഞാൽ കുബ്ബ പോലെ മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന ഭംഗിക്ക് വേണ്ടി ഉണ്ടാക്കിയ കുബ്ബ പോലെ ഉണ്ടാക്കിയ ചില ഭാഗങ്ങളുണ്ട്. അത് 22 ഉണ്ടായിരുന്നു. ആ 22 നിന്ന് 14 വീണുപോയി. മിൻ ഷുറഫിൽ ഇവാൻ, കൊട്ടാരത്തിന്റെ 14 ഷുർഫത്തും വീണുപോയി, അല്ലാത്തത് അവിടെ അവശേഷിച്ചു. അത് വലിയ അത്ഭുതമാണ്. ബഅദൻ സുമിഅ ലഹു, ആ കൊട്ടാരത്തിന് കേൾക്കപ്പെട്ടു സൗത്തുർ റാദി, ഇടിശബ്ദം, വറജഫാൻ, വലിയ പ്രകമ്പനവും കേൾക്കപ്പെട്ടു. ഒരു കാരണവും അറിയില്ല. ആ രാത്രി, റസൂല പ്രസവിക്കപ്പെട്ട ആ രാത്രി വലിയ ശബ്ദം കേട്ട് കൊട്ടാരത്തിലുള്ളവരെല്ലാം എഴുന്നേറ്റ് നോക്കുമ്പോൾ കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളും പൊളിഞ്ഞു വീണിട്ടുണ്ട്. കാരണം അറിയില്ല. ആ സാധനം പൊളിക്കാൻ അന്ന് ഇന്ന് കാണുന്ന JCBകളൊന്നും ഇല്ലാത്ത കാലല്ല. മനുഷ്യന്മാരെ കൊണ്ട് പൊളിക്കാൻ പെട്ടെന്ന് കഴിയൂല. അത്രയും ശക്തിയിൽ ഉണ്ടാക്കപ്പെട്ട, ഉറപ്പിൽ ഉണ്ടാക്കപ്പെട്ട ബിൽഡിംഗ് ആണ്. അതാണ് ഒരു കാരണവുമില്ലാതെ പൊളിഞ്ഞു വീണത്. അതിനെപ്പറ്റി താഴെ പറയുന്നുണ്ട്, അതിന്റെ ശക്തിയെക്കുറിച്ച്. എന്താണ് അതിലുള്ള രഹസ്യം? അതിൽ 14 വീണതിൽ കേവലം 14 ആണ് വീണു എന്നല്ല, അതിലൊരു രഹസ്യം ഇരിപ്പുണ്ട്. ഫമാ മലക മിൻഹും, റസൂലുള്ള പ്രസവിക്കപ്പെടുന്നെന്ന് ഭരിച്ചിരുന്നത് അനൂഷർവാനാണെങ്കിലും ഇവരുടെ ഭരണം സയ്യിദ്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ, സയ്യിദ്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വരെ അവരെ ഭരണം ഉണ്ടായിരുന്നു. അതുവരെ ഭരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെ രാജാക്കന്മാര്, അള്ളാന്റെ ഹബീബ് ഒരു രാജാവാണല്ലോ പ്രസവിക്കപ്പെട്ടത്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഖന്തഖ് യുദ്ധത്തിന്റെ അന്ന് വലിയ കിടങ്ങ് കുഴിച്ചപ്പോ അവിടെ വലിയൊരു പാറ പ്രത്യക്ഷപ്പെട്ടു. ആ പാറ സ്വഹാബികളെ കൊണ്ട് ആരെ കൊണ്ടും പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. ആ പാറ പൊട്ടിച്ചാൽ മാത്രമേ കിടങ്ങ് കുഴിക്കാൻ കഴിയൂ. ഖന്തഖ് യുദ്ധം നാം നേരത്തെ സൂചിപ്പിച്ചതാണ്, ഖന്തഖ് യുദ്ധത്തെ കുറിച്ച്. അപ്പോ വലിയ കിടങ്ങാ കുഴിക്കുന്നത്. ശത്രുക്കൾ മദീനയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി മദീനയുടെ അതിർത്തിയിലൂടെ വലിയ കിടങ്ങ് ഒരു JCB ഇല്ലാതെ, ഫുൾഡോസർ ഇല്ലാതെ സ്വഹാബത്ത്, അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും കുഴിച്ചു, വിഹിരിച്ചു കൊടുത്തു. ഇത് മുതൽ ഇതുവരെ നീ കുഴിക്കണം. അങ്ങനെ അള്ളാന്റെ ഹബീബിനും വിഹിരിച്ചു കൊടുത്തു. അള്ളാന്റെ ഹബീബ് ഒരു ഭാഗത്ത് പോയി കളക്കുകയാണ്. അങ്ങനെ കളിച്ച് ഒരു സ്വഹാബിയുടെ ഓഹരിയിൽ എത്തിയപ്പോ വലിയൊരു പാറ കണ്ടു. ആ പാറ എടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാ. കാരണം കുതിര ആ കിടങ്ങിലേക്ക് ചാടിയാല് കുതിരക്ക് ഒരിക്കലും കയറാൻ കഴിയാത്ത അത്രയും വലിയ, കുതിരയോ ഒട്ടകമോ ഈ കടങ്ങിൽ ചാടിയാല് ആ കടങ്ങിൽ നിന്ന് കയറാൻ കഴിയരുത്. അത്രയും വലിയ കടങ്ങ. പിന്നെ ഈ കുതിരക്ക് ഈ ഭാഗത്തുനിന്ന് അപ്പുറത്തേക്ക് അങ്ങ് ചാടി എടുത്ത് ചാടാൻ കഴിയരുത്. അത്രയും വീതിയും വേണം. അങ്ങനത്തെ കടങ്ങാൻ കുറിച്ച് നീളം മദീനയുടെ നീളം തന്നെ, മദീന അതിർത്തി ഫുൾ കവർ ചെയ്യണ കടങ്ങാൻ കുറിച്ച്. ഈ പാറ പ്രത്യക്ഷപ്പെട്ടപ്പോ സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, ഒരു വലിയ പാറ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ ഒന്നും ചെയ്തിട്ടും അത് പൊട്ടുന്നില്ല. അള്ളാന്റെ നബി മഴുങ്ങു വാങ്ങി, എന്നിട്ട് ബിസ്മില്ലാ ഒറ്റമുട്ട്, ഒറ്റ അടിക്ക് ആ പാറയുടെ 1/3 ഭാഗം പൊട്ടിത്തെറിച്ചു. അങ്ങനെ വലിയൊരു പ്രകാശം ഉയർന്നു. അന്നേരം റസൂലുള്ളാഹി പറഞ്ഞു, ഇതാ കിസ്റ കൈസർ ഫത്ഹായി, കൈസർ റോം ഫത്ഹായി,
രണ്ടാമത്തെ അടിക്ക് പാറയുടെ 2/3 ഭാഗം പൊട്ടി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ദാ കൈസർ എനിക്ക് ഫത്ഹായി, എനിക്ക് കൈസർ ഫത്ഹ് ആയി പോയി. ആ റസൂലുള്ളാഹി മരിക്കുന്നത് വരെ കൈസർ ഫത്ഹ് ആയിട്ടില്ല, അതായത് കിസ്റ ഫത്ഹ് ആയിട്ടില്ല. റസൂലുള്ളാഹി മരിക്കുന്നത് വരെ കിസ്റ, പേർഷ്യയില് കിസ്റ തന്നെയാണ് ഭരിക്കുന്നത്. കിസ്റ ഫത്ഹ് ആയിട്ടില്ല. കിസ്റ ഫത്ഹ് ആയത് ഉമർ റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഫത്ഹ് ആയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് കിസ്റ ഫത്ഹ് ആകുന്നത്. അപ്പോ കിസ്റ ഫത്ഹ് ആകുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലൂടെയാണെങ്കിലും അത് റസൂലുള്ളാഹിക്കുള്ള ഫത്ഹ് ആയിട്ടാണ് റസൂലുള്ളാഹി പറയുന്നത്. അങ്ങനെ തന്നെയാണ് അത്. ഖിയാമത്ത് നാൾ വരെ ഭൂമിയിൽ എന്തെല്ലാം ഫത്ഹുകൾ ഉണ്ടാകുന്നോ അത് ഓരോ ഔലിയാവിന്റെയും ഉലമാഇന്റെയും കരങ്ങളിലൂടെ, പ്രബോധകരുടെ കരങ്ങളിലൂടെ ഖിയാമത്ത് നാൾ വരെ അവിടെ ഫുതൂഹുകൾ ഉണ്ടാവും. അതിൽ വലിയ ഫുതൂഹ് ഉണ്ടാക്കിയ ആളാണ് മടവൂർ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അപ്പോ അത് പറഞ്ഞത് ഇതാ, ഈ ഹദീസ് അഹ്സാബ് യുദ്ധത്തെ കുറിച്ചുള്ള ഹദീസ് നോക്കിയാൽ നിങ്ങൾക്ക് ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. ഫുതൂഹുകള് റസൂലുള്ളാഹിന്റെ കാലശേഷം സ്വഹാബത്തിലൂടെയും സ്വഹാബത്തിന്റെ കാലശേഷം താബിഈങ്ങളിലൂടെയും അങ്ങനെ ഇനി സൂറിൽ ഊതുന്നതിന്റെ അല്പം മുമ്പ് വരെ അവസാനത്തെ ഫുതൂഹുകൾ ഉണ്ടാകുക ഈസാ നബി അലൈഹി സ്വലാമിലൂടെയാണ്. ഒരാളും ഫത്ഹ് ചെയ്യാത്ത ഭാഗം ഈസാ നബി അലൈഹി സ്വലാം വന്നിട്ട് ഫത്ഹാക്കും എന്ന് ഹദീസ് കാണാം. അതാണ് താമായ സമ്പൂർണമായ ഫുതൂഹ്. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞത് എല്ലാ ഫുതൂഹും എന്റെ ഫുതൂഹാണ്, എനിക്ക് വേണ്ടി ഫത്ഹ് ചെയ്യപ്പെട്ടു. എന്താ കാരണം? ഈസാ നബി വന്നാണ് ഇനി ക്രിസ്ത്യൻ മതം അല്ല ഇവിടെ പിന്നെ ഇഞ്ചീല് പഠിപ്പിച്ച് ഒരു ക്രിസ്ത്യൻ ശരീഅത്തല്ല ഇവിടെ കൊണ്ടുവരുന്നത്. മുത്തുനബിയുടെ ശരീഅത്ത് മുഹമ്മദിയ. എന്താണ് 4 ഇമാമിയങ്ങൾ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള ദീന്? ആ ദീനാണ് ഈസാ നബി അലൈഹി സ്വലാം പഠിപ്പിക്കുക. ഈസാ നബി അലൈഹി സ്വലാം മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരുവനായിക്കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം വരുന്നു. അപ്പൊ ആ ഫത്ഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫത്ഹാണ്. ആ ഹദീസ് പൂർണ്ണമായി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റസൂൽ അവകാശപ്പെടുന്നു അതും എനിക്കുള്ള ഫത്ഹാണ്. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ട സമയത്ത് 14 ഭാഗങ്ങൾ കിസ്രയുടെ കൊട്ടാരത്തിൽ നിന്ന് പൊട്ടി വീണു. അതിന്റെ രഹസ്യം ഫമാ മലക മിന്നും ഇല്ല 14. 14 രാജാക്കന്മാരെ മാത്രമാണ് ഇതിനു ശേഷം റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ട ശേഷം 14 രാജാക്കന്മാരാണ്, ചക്രവർത്തികളാണ് കിസ്ര ഭരിച്ചത്. അവർ തന്നെ സഖതു ഫി 4 സനീൻ ബിൽ മവതാൻ. 4 വർഷം കൊണ്ട്, കേവലം 4 വർഷം കൊണ്ട് ആ 14 രാജാക്കന്മാരും വീണു. ആ സൂചനയാണ് റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ടപ്പോ 14 ഭാഗം പൊട്ടി വീണതിന്റെ രഹസ്യം. 4 വർഷം കൊണ്ട് 14 രാജാക്കന്മാര് ഭരിച്ചു. ഒരാളേശം ഒരാളായി ഇല്ല 4 മിന്നും 4 പേരൊഴികെ 4 പേര് 14 പേരാണ് ഭരിച്ചത് എങ്കിലും മരിച്ചത് 10 പേര്. 4 പേര് പിന്നെ ഫബഖു ഇലാ ഖിലാഫത്തി സയ്യിദിന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം വരെ 4 പേര് അവശേഷിച്ചു. പക്ഷെ കിസ്ര ഫത്ഹായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുമ്പ് ഉമർ തങ്ങളുടെ കാലത്ത് തന്നെ കിസ്ര ഫത്ഹായിട്ടുണ്ട്. وكان له من الشرف عدد سني أنو شروان بعد هذا 20 وسنتان. 14 ഷുർഫത്താണല്ലോ വീണത്. എത്ര ഷുർഫത്തായിരുന്നു ആ കൊട്ടാരത്തിന് ഉണ്ടായിരുന്നത്? കൊട്ടാരത്തിന് 22 ഷുർഫത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ 22 എന്ന് പറഞ്ഞ എണ്ണവും
ഇതുമായൊരു ബന്ധമുണ്ട്. ആകെ 22 ഷുർഫത്താണ് ഉണ്ടായിരുന്നത്. അനു ഷർവാൻ റസൂലുള്ളാഹി പ്രസവിക്കപ്പെടുന്ന സമയത്തുണ്ടായിരുന്ന ചക്രവർത്തിയായ അനു ഷർവാൻ പ്രസവിക്കപ്പെട്ട ശേഷം പിന്നീട് 22 വർഷം അനു ഷർവാൻ ജീവിച്ചിട്ടുണ്ട്. അദദു സിനി അനു ഷർവാന ബഅദ ഹാദാ, ഈ സംഭവത്തിന് ശേഷം സംഭവത്തിന് ശേഷം റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ടതിന് ശേഷം ജീവിച്ചിട്ടുണ്ട് 20 വസനത്താൻ 22 വർഷം. കുല്ലു ഷുർഫത്തിൻ 5 അദ്റുഇൻ വദിഅഫാൻ, ഓരോ ഷുർഫത്തും 15 മുഴം നീളമുണ്ടായിരുന്നു. 15 മുഴം. 5 അദ്റുഇൻ വദിഅഫാൻ, 5 മുഴവും അതിന്റെ 2 ഇരട്ടിയും, അതായത് 15 മുഴം. 15 മുഴം ഷുർഫത്ത് തന്നെ ഉണ്ട്. ആരാണിത് ഉണ്ടാക്കിയത്? കൊട്ടാരം. വഖദ് ഷാദഹു സാബൂർ മലികു ബനി സാസാൻ. ബനി സാസാൻ എന്നാണ് പേർഷ്യക്കാരുടെ കബീലയുടെ ഗോത്രത്തിന്റെ പേര്. ആ ബനി സാസാനിലെ രാജാവായ സാബൂർ രാജാവാണ് അത് ഉണ്ടാക്കിയത്. സാബൂർ രാജാവ് ഒരു കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയതല്ല. ത്വവാല നൈഫിൻ വൈശ്വരീന ആമാ, 20 ചില്ലാനം വർഷം കൊണ്ടുണ്ടാക്കിയതാ. സുദീർഘമായ 20 ചില്ലാനം വർഷം. ചില കിതാബുകളിൽ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട് 90 വർഷം കൊണ്ടുണ്ടാക്കിയതാണ്. ഏതായാലും 20 ചില്ലാനം സുദീർഘമായ വർഷങ്ങളെ കൊണ്ട് ഉണ്ടാക്കി, വർഷങ്ങളിലായി ഉണ്ടാക്കി. തൂബി, തൂബ് എന്ന് പറഞ്ഞാല് ചുട്ട ഇഷ്ടിക കൊണ്ട്. ഇഷ്ടിക ചുട്ടതിന് തന്നെയാണ് പറയാറുള്ളത്, മറ്റേ കട്ട എന്നാ പറയുക. ബിത്തൂബി, ഇഷ്ടിക കൊണ്ട്. വൽ ജിസ്സി, കുമ്മായം കൊണ്ടും. വസ്സഫ്വാൻ, നല്ല ഉറച്ച പാറ കൊണ്ട് ആണ് ഉണ്ടാക്കിയത്. ഉറച്ച പാറ. ബിത്തുലാഇ ദഹബ്, അതോടുകൂടെ സ്വർണം പൂശിയിട്ടുമുണ്ട്. സ്വർണം പൂശിയിട്ടുണ്ട് ഈ കെട്ടിടത്തിന്, കൊട്ടാരത്തിന്. വനുഖൂഷിൽ ജവാഹിരി, വിലപിടിപ്പുള്ള രത്നങ്ങളെ കൊണ്ട് കൊത്തുപണികൾ നടത്തിയിട്ടുണ്ട്. വസ്സബർജദി, പച്ചക്കോമേതകം കൊണ്ടും. വൽജുമാൻ, മുത്തുകല്ലുകളെ കൊണ്ടുമെല്ലാം കൊത്തുപണികൾ, പല കൊത്തുപണികളും നടന്നിട്ടുണ്ട്. ഏറ്റവും കൊത്തുപണിയുടെ വിഷയത്തിൽ ഏറ്റവും മുന്നിലാണ് അക്കാലത്ത് പേർഷ്യക്കാർ. ഏറ്റവും ഭംഗിയുള്ള കെട്ടിടമാണ് അവിടെ ഉണ്ടാക്കിയത്. സംകുഹു, ആ കെട്ടിടത്തിന്റെ പൊക്കം. ഓ തൂലുഹു, ആ കെട്ടിടത്തിന്റെ നീളവും. 100 മുഴം നീളവുമുണ്ട്, 100 മുഴം ഉയരവുമുണ്ട്. വഅർളുഹു, ആ കെട്ടിടത്തിന്റെ വീതി 50 ദിറാഅൻ, 50 മുഴമാണ്. കഅംതനി മബാൻ, നല്ല ശക്തിയുള്ള, ഏറ്റവും ശക്തിയുള്ള ഉറച്ച കെട്ടിട. എന്തുകൊണ്ട്? ലാ തുദഇഫുഹു, ആ കെട്ടിടത്തെ ബലഹീനമാക്കൂല. ഫൂസുൻ, മഴ കൊണ്ട് മേടിയാല് പൊട്ടുന്ന കെട്ടിടമല്ല, പൊളിയുന്ന കെട്ടിടമല്ല. വല അസ്മാൻ, കാലാന്തരങ്ങളും കാലപ്പഴക്കം കൊണ്ട് പൊട്ടുകളോ ഒന്നും സംഭവിക്കുന്ന കെട്ടിടമല്ല. സുമ്മ ജദ്ദദ ഫീ, വീണ്ടും അതിൽ പുതുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അനു ഷർവാൻ സാബൂറാണ് ഉണ്ടാക്കിയതെങ്കിലും അനു ഷർവാന് മസീദ് അൽ ഇത്ഖാൻ, കൂടുതൽ ദൃഢതയോടുകൂടെ അത് അതിനെ പുതുക്കി പണിഞ്ഞിട്ടുണ്ട് അനു ഷർവാൻ. ആ കെട്ടിടം, അതിന്റെ ചരിത്രം ഇനിയും വരുന്നുണ്ട്. ആ കെട്ടിടത്തിന്റെ ചരിത്രം, അതിന്റെ ജഅഫറുൽ മൻസൂർ എന്ന് പറഞ്ഞ രാജാവ്
ബഗ്ദാദ് പേർഷ്യ മുസ്ലിങ്ങൾ കയ്യിലായതിന് ശേഷം അബ്ബാസിയ ഭരണകൂട്ടത്തിലുള്ള രാജാവായിരുന്നല്ലോ ജഅഫറുൽ മൻസൂർ. ജഅഫറുൽ മൻസൂർ ഭരണമേറ്റപ്പോ അന്ന് വലിയ ദാരിദ്ര്യം, രാഷ്ട്രത്തിന് വലിയ ദാരിദ്ര്യം വന്നപ്പോ ജഅഫറുൽ മൻസൂർ മന്ത്രിസഭ വിളിച്ച് ചർച്ച ചെയ്തു, പരിഹരിക്കാൻ എന്താണ് വഴി. അങ്ങനെ മൻസൂർ തന്നെ പറഞ്ഞു, നമുക്ക് ഈ കൊട്ടാരം നമുക്ക് പൊളിക്കാം. ഈ കൊട്ടാരം വലിയ രത്നങ്ങളെ കൊണ്ട്, വിലപിടിപ്പുള്ള കല്ലുകളെ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ, അതിൻ്റെ കല്ലുകൾ നമുക്ക് എടുത്ത് വിൽപ്പന നടത്തി അതുകൊണ്ട് കാശുണ്ടാക്കാം. ആ മന്ത്രിസഭയിൽ എല്ലാവരും പറഞ്ഞു നല്ല പരിഹാരമാണ്. പക്ഷെ അന്ന് ഖാലിദ് ബിൻ ബുർമുഖ് എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു മൻസൂറിനോട്, യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ നേതാവായവരെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഒന്ന്, നമുക്കത് എക്കാലത്തും അന്ത്യനാൾ വരെ മുസ്ലിങ്ങൾക്ക് ഒരു ചിഹ്നമായി, പ്രവാചകർ ജനിച്ച ദിവസത്തിന്റെ ഒരു അത്ഭുതമായി നമുക്കെപ്പോഴും കാണിച്ച് കൊടുക്കാൻ പറ്റുന്നൊരു അടയാളമല്ല, അതവിടെ നിൽക്കട്ടെ. രണ്ട്, നാം അത് പൊളിക്കുകയാണെങ്കിൽ പൊളിക്കാൻ നമുക്ക് ഉള്ള ചെലവ്, പൊളിച്ചിട്ട് അതുകൊണ്ട് അത് വിറ്റിട്ട് കിട്ടുന്ന ലാഭത്തേക്കാൾ കൂടുതലായിരിക്കും. അത് പറഞ്ഞെങ്കിലും അതിനെ മുഖവിലേക്ക് എടുക്കാതെ പൊളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പൊളിക്കാൻ തീരുമാനിച്ച ആ സംഭവം റൗദുൽ മുഅ്താറിൽ പറഞ്ഞതായി, വിശദീകരിച്ചതായി കാണാം. അങ്ങനെ പൊളിച്ചു നോക്കുമ്പോൾ പൊളിച്ച് ദിവസങ്ങൾ നീണ്ടു. റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. റിപ്പോർട്ടിൽ പറഞ്ഞു ഇത്ര ദിവസം പൊളിച്ചു, ഇത്ര ആളുകൾക്ക് കൂലി കൊടുത്തു. അത് ഇപ്പോൾ കിട്ടിയ ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾക്ക് ഇത്ര വിലയാണ് കാണുന്നത്, ചെലവായത് ഇത്ര. അപ്പൊ ഖാലിദ് ബിൻ ബുർമുഖ് പറഞ്ഞത് വളരെ ശരിയാണ്. ഇനിയും പൊളിക്കുകയാണെങ്കിൽ ദിവസങ്ങൾ കുറെ പിന്നിടും, ഒരിക്കലും അത് ലാഭകരമല്ല, നമുക്ക് വൻ നഷ്ടമാണ് ഉണ്ടാവുക, ബിൽഡിംഗ് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ ഉടൻ സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ ബഗ്ദാദ് പോകുന്ന ആളുകൾക്ക് മദാഇന് കാണാൻ അവസരമുണ്ട്. ആ കെട്ടിടം കാണാൻ കഴിയും, കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ കാണാൻ കഴിയും. കെട്ടിടം ഫുൾ ഇപ്പോൾ കാണാൻ കഴിയില്ലെങ്കിലും കെട്ടിടം അല്പം ദൂരെ നിന്ന് കെട്ടിടം കാണാൻ കഴിയുന്ന നിരോധിത മേഖലയാണ്, അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഏതായാലും അത് വലിയൊരു അത്ഭുതമാണ്, ഇന്നും അവശേഷിക്കുന്ന അത്ഭുതമാണ്. അല്ലാഹു തആല നമ്മുടെ ഈ പഠനവേദി സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.